1983 സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയൊട്ടാകെ ഒന്നിച്ചാഘോഷിച്ച അഭിമാനിച്ച വർഷം. ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രാണനെ പോൽ കൊണ്ടുനടക്കുന്നവർക്ക് മറക്കാനാകാത്ത ദിനം. ലോക ക്രിക്കറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത കരുത്തിനുടമകളായ വെസ്റ്റ് ഇൻഡീസിനെ അടിയറവ് പറയിപ്പിച്ച ലോക കിരീടം ആദ്യമായി കപിലിന്റെ ചെകുത്താന്മാർ ഇന്ത്യക്ക് നേടിത്തന്ന വർഷം. Except for India's independence, I can't remember anything which brought so much of joy, so much of confidence in people, and also realized what game of cricket meant to this country. ട്വിസ്റ്റും ടേണും സസ്പെൻസും ആന്റി ക്ലൈമാക്സും കൊണ്ട് സമ്പന്നമായ 1983 വേൾഡ് കപ്പ്. ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കൊരു കപ്പ് യാത്ര. 1983 ലോകകപ്പിലെ ഇന്ത്യയുടെ നാൾ വഴികൾ. I think believe was the only thing was different between Indian team and the West Indies team, and that somehow somewhere we start believing. ഇംഗ്ലീഷുകാർ കണ്ടെത്തിയ ക്രിക്കറ്റ് മത്സരത്തിൽ ഏറെക്കാലം മേധാവിത്വം ഓസ്ട്രേലിയയ്ക്കായിരുന്നു. പിന്നീട് ക്രിക്കറ്റിന്റെ മറുപേരായി ഇന്ത്യ മാറി. ഇന്ത്യയിൽ ക്രിക്കറ്റ് ജ്വരം ആളിക്കത്തിച്ചതിൽ 1983 ലോകകപ്പ് വിജയത്തിന്റെ പങ്ക് ചെറുതല്ല. പിന്നീട് അങ്ങോട്ട് IPL വരെ സംഘടിപ്പിക്കുന്നതിലും വിജയിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ വഴികാട്ടി 1983 നേടിയ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു. 1979 വെസ്റ്റ് ഇൻഡീസിനോടും ടെസ്റ്റ് പദവി പോലുമില്ലാതിരുന്ന ശ്രീലങ്കയോടും തോറ്റ് ഇന്ത്യ ലോകകപ്പിൽ നിന്ന് പുറത്ത്. ഈസ്റ്റ് ആഫ്രിക്കയോട് മാത്രം ഒരു ജയം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ച ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. They were the champion of one day side and they played brilliant cricket one day, but that win gave us that yes, we can beat them, and I think that was the turning point in our confidence as far as one day game is concerned. 1983 മാർച്ചിൽ ഇന്ത്യൻ ടീം പുതിയ ക്യാപ്റ്റൻ കപിലിന്റെ കീഴിൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടത്തി. ഏകദിനത്തിൽ ഗയാനയിൽ അവരെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തി. Whatever we remember about West Indies during that period and previously, they are a great team, but they only crack is under pressure. Otherwise, they are the best without any doubt. തുടർ മത്സരങ്ങളിൽ മികവ് ആവർത്തിക്കാനായില്ല ഇന്ത്യക്ക്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കാനാകുമെന്ന ഇന്ത്യ പഠിച്ചത് ആ മത്സരത്തിലായിരുന്നു. കരീബിയൻ പര്യടനം അവസാനിച്ച 6 ആഴ്ചയ്ക്കുള്ളിൽ ഇംഗ്ലണ്ടിൽ ലോകകപ്പ് മത്സരമെത്തി. ടൂർണമെന്റ് ഫേവറിറ്റുകളെ അല്ലാതിരുന്ന ഇന്ത്യ 2 ആഴ്ചയ്ക്കുള്ളിൽ ലോകശ്രദ്ധ നേടി. We had played the best side for quite some time before the World Cup, and we were better prepared than any other side as such. ഡബിൾ റൗണ്ട് റോബിൻ ആൻഡ് നോക്കൌട്ട് ഇതായിരുന്നു 1983 ലോകകപ്പ് ഫോമാറ്റ്. 2 ഗ്രൂപ്പ് 8 ടീമുകൾ. ജൂൺ 9, 1983 ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച ഇന്ത്യയുടെ ആദ്യ ജയം 34 റൺസിന്. യശ്പാൽ ശർമ്മ 89 റൺസ് നേടി. റോജർ ബിന്നിയും രവിശാസ്ത്രിയും 3 വീതം വിക്കറ്റുകളും വീഴ്ത്തി ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചൂട്ടുപിടിച്ചു. And the ball started to swing around. It just kept swinging because initially I found it difficult to control the ball. But then when I got my line together, I found it so easy, and we had them in trouble straight away. ലോകകപ്പിലെ വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു അത്. Losing that very first game was a bit of a shock, but at the same time it woke us up a bit because we needed to come out of our complacency and to realize that this is a World Cup, this is a one-day tournament which on any particular day a team can turn up, play better than you have been playing, whether you're the best team in the world or not, and you will get beat. And that sort of woke us up a bit. വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ ആ ജയം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. ഒരിക്കൽ തോൽപ്പിച്ചില്ലേ എങ്കിൽ എന്തുകൂടി അത് ആവർത്തിച്ചുകൂടാ എന്ന തോന്നൽ പതിയെ 11 പേരിലേക്കും പടർന്നു കയറി. I think beating West Indies was really, morale boosting for the team as such, because then we thought, fine, we have won against the world champions, we have won against the strongest side, so there is a possibility then we can do miracle in the World Cup. ജൂൺ 11 സിംബാബ്വേയുമായുള്ള മത്സരം. 5 വിക്കറ്റിന് സിംബാബ്വേയെ തോൽപ്പിക്കാനായി ഇന്ത്യക്ക്. എന്നാൽ രണ്ടാം മത്സരത്തിൽ
സിംബാബ്വെ വിശ്വരൂപം കാട്ടി. 5-17 എന്ന നിലയിൽ തകർന്ന് തരിപ്പണമായി ടീം. സ്കോർ 77-ലെത്തിയപ്പോൾ റോജർ ബിന്നിയും 78-ൽ രവിശാസ്ത്രിയും മടങ്ങി. പിന്നീട് ലോകം കണ്ടത് അവിശ്വസനീയമായ മഹത്തരമായൊരു ഇന്നിംഗ്സ് ആയിരുന്നു. കിർമാനിയെ ഒരു വശത്ത് നിർത്തി ലോകകപ്പിലെ ശക്തമായ ഇന്നിംഗ്സ് ഒരുക്കി കാണികൾക്ക് ക്യാപ്റ്റൻ കപിൽ ദേവ്. 138 പന്തിൽ നിന്ന് പുറത്താകാതെ നേടിയ 175 റൺസ്. അതിൽ 6 സിക്സറുകൾ, 16 ബൗണ്ടറികൾ. സിംബാബ്വെയെ 235 റൺസിന് എറിഞ്ഞിട്ട് മത്സരം 34 റൺസിന് ജയിച്ചു കപിലിന്റെ ഇന്ത്യ. I think it was definitely a turnaround, and all thanks to Kapil. I think he led the way for the Indian side because the way he batted, the way he handled that pressure in that particular game. എല്ലാ കളിക്കാർക്കുമുണ്ട് അവരുടേതായ ഒരു ദിനം. സിംബാബ്വെക്കെതിരെ അന്ന് തന്റെ ദിനമായിരുന്നുവെന്ന് കപിൽ ദേവ്. I think in every cricketers, when you play almost 15-20 years, some of the days come out, it's your days, manufactured by God given to you, and this is whatever you do, it's nothing can go wrong. Perhaps that inning was like that. ഇന്ത്യയുടെ ഏകദിനത്തിലെ എക്കാലത്തെയും മികച്ച ഒറ്റയാൾ പ്രകടനം പക്ഷേ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. മത്സരത്തിന്റെ സംപ്രേക്ഷണ അവകാശമുണ്ടായിരുന്ന BBC-ക്ക് ക്യാമറാമാൻമാരുടെ സമരത്തെ തുടർന്ന് കപിലിന്റെ അവിസ്മരണീയ ഇന്നിംഗ്സ് ലോകത്തെ കാണിക്കാനായില്ല. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ നഷ്ടം. ജൂൺ 13-ന് നോട്ടിംഗ്ഹാമിൽ ഓസ്ട്രേലിയയുമായി ഇന്ത്യയുടെ മത്സരം. 162 റൺസിന് ഇന്ത്യ തോറ്റു. ഓസീസിനോടേറ്റ പരാജയം ഇന്ത്യയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. ജൂൺ 15 ഓവലിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയോട് പക തീർത്തു. 66 റൺസിന് ഇന്ത്യ തോറ്റു. പിന്നീട് അങ്ങോട്ട് തോൽക്കാൻ മനസ്സില്ലാത്ത ഇന്ത്യയെയാണ് കണ്ടത്. ജൂൺ 18 സിംബാബ്വെയെ വീണ്ടും തോൽപ്പിച്ച് മത്സരത്തിലേക്ക് ശക്തമായി മടങ്ങിവന്നു ഇന്ത്യ. 31 റൺസിന് ജയം. ജൂൺ 20-ന് ഓസീസിനെ 118 റൺസിന് കെട്ടുകെട്ടിച്ച് സെമിയിലെത്തി ഇന്ത്യ. We were confident at that point of time, and we were also tense because that's a situation where it's a give and take. You either stay in the tournament or you get out of it. സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ വിജയം നേടിയ മാഞ്ചസ്റ്ററിൽ തന്നെയായിരുന്നു സെമി പോരാട്ടം. ഇന്ത്യയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് മധുവിധുവിന് പോവുകയായിരുന്ന തന്റെ വിമാനം ലോകകപ്പിന് ഒന്ന് ഇംഗ്ലണ്ടിൽ നിർത്തുന്നു എന്നാണ് ലോകകപ്പിന് മുൻപ് തന്റെ മനസ്സിൽ നിന്ന് കൃഷ്ണമാചാരി ശ്രീകാന്ത് പറഞ്ഞിരുന്നു. സെമിയിൽ ഇംഗ്ലണ്ടിനെയും തകർത്ത ഇന്ത്യ മുന്നേറിയപ്പോൾ ലോകം മാറ്റത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. I think once we were through to the semis, we were all thrilled. So I think the first thought came in our mind, if look, this is the third World Cup we were playing. We failed miserably in the first two. Now we have reached the semis. So let's enjoy the semi-final first. That's a lovely shot. First boundary of the day. Beautifully timed shot there by Graham Fowler. Half volley on the leg stump. He put it away to perfection. സെമി ഫൈനൽ എന്നത് പുതിയ അനുഭവമായിരുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച. വെറും കൈയോടെ വന്നു, കൈനിറയെ സമ്മാനങ്ങൾ, ഇടയ്ക്ക് ചുട്ടാടിയും. എന്നാലും പൊരുതാനുറച്ചു ഇന്ത്യ. ഓരോ ബോളും ആസ്വദിച്ച് കളിക്കുക എന്നതായിരുന്നു ടീമിന്റെ മന്ത്രം. കപിലിന്റെ ക്യാപ്റ്റൻസിയിൽ ആ മന്ത്രത്തിന് ശക്തിയേറി. സെമിയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിക്കുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരും കരുതിയില്ല. എന്തിന് ഇന്ത്യ പോലും കരുതിയില്ല ഇന്ത്യ ജയിക്കുമെന്ന്. Well, these are the days where England were favourites to do a lot of things. In the context of that World Cup of '83, not necessarily favourites to win the competition, because West Indies, as ever, having won the previous two, remained firm favourites to win it. But England had played good cricket through the competition, but as ever, it's the classic cliche, isn't it? You get to a semi-final, anything can happen. If you don't get it right on the day, that's it. Your dreams have faded to nothing. The last game with Chris Tavares out for. വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യം കളിച്ച അതേ ആവേശം, ആത്മവിശ്വാസം കളിക്കാരിൽ. ആ ഉന്മേഷമാണ് ടീമിനെ ഫൈനലിൽ എത്തിച്ചത്. ഇന്ത്യൻ ബൌളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചു ഇംഗ്ലണ്ട് ഓപ്പണർമാർ. The way England started, I thought probably they would score about 300 runs, and the first 15 overs they're really smashing the bowlers all over the ground. Getting that away through the gap on the offside. The outfield pretty quick. 4 runs. 50 out. Then of course Roger Binney, I think, was the man of the series right through the World Cup as a bowler, because he always provided us
wickets at the right time and with his control bowling, and he would swing the ball anywhere on any condition as such. Vinny just holding that one up, a very useful delivery, pitch middle and off, and hit the off stump. പതിയെ ഇന്ത്യക്ക് അനുകൂലമായി കളി. പതിവ് ബൌളിംഗ് ശൈലി മാറ്റിപ്പിടിച്ചു മൊഹിന്ദർ അമർനാഥ്. ഇംഗ്ലണ്ടിന്റെ രക്ഷകനാകാൻ ഇയാൻ ബോത്തമിനും കഴിഞ്ഞില്ല. 35 റൺസ് വഴങ്ങി കപിലിന്റെ 3 വിക്കറ്റ്, റോജർ ബിന്നിക്ക് 2 വിക്കറ്റ്. ആത്മവിശ്വാസമായിരുന്നു ഇന്ത്യൻ കളിക്കാരുടെ ശരീരഭാഷ. ഇന്ത്യൻ ഓപ്പണർമാർ ഗവാസ്കർ, ശ്രീകാന്ത് എന്നിവർ സമചിത്തതയോടെ ബാറ്റ് വീശി. യശ്പാലിന്റെ 61 റൺസ്, മൊഹിന്ദർ അമർനാഥിന്റെ 46 റൺസ്, സന്ദീപ് പാട്ടീൽ പുറത്താകാതെ നേടിയ 51. 6 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ചരിത്ര ജയം. 4 runs off the edge. India are through to the final. What a great day for Indian cricket. I found my first over itself, I hit the line straight away. And I found things very easy for me that time. I was very confident when I bowled. ലോകകപ്പിന് ഒരു ജയമകലെ ഇന്ത്യ. I was batting with Yashpal Sharma, and we played a little bit slow probably. I think that must have concerned the dressing room. I told Yash, okay Yash, one of us had to take a charge and to take some rest. So I suggested him, I said, you stay around and I would go for the bowling. So straight away I just started coming down the wicket, hitting the bowlers over the top, and what I see the next over, Yashpal, you doing the same thing. This I think we can confidently predict will be the last ball. Because he didn't want to stay behind in that particular moment. 1983 ജൂൺ 25 ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സിൽ ഇന്ത്യ കലാശ പോരാട്ടത്തിനിറങ്ങുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഇന്ത്യൻ ടീം. ഹാട്രിക് നേട്ടം സ്വന്തമാക്കാൻ വെസ്റ്റ് ഇൻഡീസ്. 36 വർഷം മുൻപുള്ള ജൂൺ 25 മനോഹരമായ ദിനം. ഫൈനൽ പോരാട്ടത്തിന്റെ ആവേശത്തിൽ കാണികൾ. ശാന്തമായിരുന്നു ഇന്ത്യൻ ക്യാമ്പ്. കളിക്കാരെല്ലാം സന്തോഷവാന്മാർ. ടീം ചർച്ചകൾ, ഗെയിം പ്ലാനിംഗ് അങ്ങനെ ഒന്നുമില്ല. ഒന്നും പഠിക്കാത്തവർ കൊല്ലപരീക്ഷ എഴുതുന്ന അതേ ലാഘവം. There were no planning, no team discussions, no strategies were discussed. Again, it was a happy-go-lucky side. I think after the semi we just partied all the time. So I think our motto was very simple at that particular time in those days, that we played cricket very hard on the field, and we used to party in the evening. First runs from Misfield. കൊടുങ്കാറ്റിനേക്കാൾ പ്രഹരശേഷിയുള്ള 4 ബൌളിംഗ് കരുത്തർ. ആരെയും അടിച്ചു പറത്തുന്ന വിവിയൻ റിച്ചാർഡ്സ്, നായകൻ ക്ലൈവ് ലോയിഡ്. ഇവരെ കണ്ടാൽ തന്നെ മുട്ടിടിക്കേണ്ടതാണ് ഇന്ത്യക്ക്. ടോസ് ഭാഗ്യവും ഇന്ത്യയെ കൈവിട്ടു. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ലോകകപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാനെത്തിയ കുട്ടികളെ ചെറിയ സ്കോറിന് കൂടാരം കയറ്റുക, അതായിരുന്നു വിൻഡീസ് തന്ത്രം. We were unhappy to see the wicket. I can't even describe in words how much unhappy we were. It was total green, and knowing Garner, Michael Holding, Marshall, Andy Roberts, those type of bowlers they have, and they given a green top. Had we won the toss, we could have elected fielding first, because there were moisture on the pitch, and second, our seam bowler can use the condition much better. Well done, that's beautifully bowled. Gavaskar has gone, the first wicket down, and Andy Roberts. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഒന്നിനു പിറകെ ഒന്നായി മടങ്ങുമ്പോൾ താരങ്ങളുടെ ഭാര്യമാരും കണ്ണീരടക്കാനാകാതെ സ്റ്റേഡിയം വിട്ടു. ഹോട്ടൽ മുറിയിൽ TV പോലും ഓഫ് ചെയ്തു വെച്ചു കപിലിന്റെ ഭാര്യ. The West Indies had already begun to celebrate, and it wasn't very nice sitting in the stands and bearing the brunt of it. I said, look, I can't take this anymore. There was a lot of jeering, and I got up in tears and I walked out. I stomped off to the hotel and just sat down and fought with God and cried and did everything. And 10 minutes later, there's a knock on the door, and Madan's wife. I opened it and she's standing there, and I said, whatever happened to you? And she's got these tears streaming down her face, and she says, we've just hit Madan for 3 4s and I couldn't see him being butchered, so I've left as well. ലോകകപ്പ് ഫൈനലിലെ
കുറഞ്ഞ സ്കോറായ 183 റൺസിന് ഇന്ത്യ ബാറ്റ് മടക്കി. 38 റൺസെടുത്ത ശ്രീകാന്ത് മാത്രമായിരുന്നു പിടിച്ചുനിന്നത്. ശോകമായിരുന്നു ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം. കളിക്കാരുടെ അടുത്തു വന്ന ബോർഡ് പ്രസിഡന്റ് രാജ് സിംഗിനോട് കപിൽ പറഞ്ഞ വാക്കുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മാറ്റിമറിച്ചത്. 183 എന്നത് ജയിക്കാൻ മതിയായ വലിയ ടോട്ടലല്ല, പക്ഷേ പോരാടാൻ ഈ സ്കോർ ധാരാളം. I remember I said there is a lot of difference between already on the board 183 and they have to make. The difference is we have the total there and they have to make it. ഇന്ത്യൻ ബൌളിംഗിനെ വിവിയൻ റിച്ചാർഡ്സ് കശാപ്പ് ചെയ്യുന്നതിനിടയിൽ മദൻലാൽ കപിലിന്റെ അടുത്തെത്തി പറഞ്ഞു, കപിൽ, ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് പന്ത് തരൂ. റിച്ചാർഡ്സിനെ ഇതിനു മുൻപ് താൻ പുറത്താക്കിയിട്ടുണ്ട്. കപിൽ പന്ത് മദൻലാലിന് നൽകി. പിന്നീട് നടന്നത് ചരിത്രം. I went to Madan and I said, Madan, take a break for a while. He said, give me one more over. Madan is very, very expressive. He said, give me one more over. I will get him out. So I took the ball from him, and I always believe you go after the bigger players. So if you don't get them out, they destroy you. So that's what I did. That day I was a little bit lucky, so I got him. Gone. And look at the Indian players rush to the centre. വിവിയൻ റിച്ചാർഡ്സിനെ പുറത്താക്കിക്കൊണ്ട് മദൻലാൽ വിൻഡീസിനെ സമ്മർദ്ദത്തിലാക്കി. അമർനാഥും മദൻലാലും സന്ധുവും ലോക ചാമ്പ്യന്മാരെ കെട്ടുകെട്ടിച്ചു. 140 റൺസിന് വിൻഡീസ് പുറത്ത്. ലോകകപ്പിലെ മനോഹരമായ ക്യാച്ചിനും വേദിയായി ലോർഡ്സ്. റിച്ചാർഡ്സ് അടിച്ച പന്ത് പിന്നോട്ട് പാഞ്ഞ് അനായാസം കൈക്കുമ്പിളിൽ ഒതുക്കി കപിൽ ദേവ്. ഹാട്രിക് നേട്ടം ആഘോഷിക്കാനായി ഷാംപെയിൻ ബോട്ടിൽ കരുതിവച്ചിരുന്ന വിൻഡീസിനെ കുപ്പിയിലാക്കി കിരീടം ഇന്ത്യ നേടി. വർഷം 1983. കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നേടിയത് 183 റൺസ്, ജയിച്ചത് 43 റൺസിന്. വർഷത്തിലും റൺസിലുമെല്ലാം മാജിക്. Once Viv was out, the pressure West Indies couldn't take it, and I think our tail was up at that very moment. Even though the most important cricketer in their team, I still believe, was Clive Lloyd. Capel, it has been a quite tremendous day, an historic day for Indian cricket. It must be the proudest day. ലോക കിരീടം നേടി ഇന്ത്യയിലേക്ക് വന്ന ടീമിന് യുദ്ധം ജയിച്ചു വരുന്ന സൈനികർക്ക് രാജ്യം നൽകുന്ന അതേ ആദരമാണ് കിട്ടിയത്. ബോംബെ വിമാനത്താവളം 10,000 കൊണ്ട് തിങ്ങി നിറഞ്ഞു. വാങ്കഡെ സ്റ്റേഡിയം വരെയുള്ള വഴികളിൽ ഇന്ത്യൻ ടീമിന് ജയ് വിളിച്ചു പുരുഷാരം. കളിക്കാർക്ക് പാരിതോഷികം നൽകാൻ അന്ന് BCCI സമ്പന്നമായിരുന്നില്ല. BCCI പ്രസിഡന്റ് സാൽവെ ലതാ മങ്കേഷ്കറുടെ ഗാനമേളയ്ക്കുള്ള അനുമതി വാങ്ങി സംഗീത നിശ സംഘടിപ്പിച്ചു. അതിൽ നിന്ന് കിട്ടിയ 2 ലക്ഷം രൂപയായിരുന്നു താരങ്ങൾക്കുള്ള പ്രതിഫലം. 1983 കിരീട നേട്ടം ലോക ക്രിക്കറ്റിന്റെ ഗതി മാറ്റിമറിച്ചു. ക്രിക്കറ്റ് എന്ന ആട്ടിടയന്റെ കായിക വിനോദം എളുപ്പം വിറ്റഴിക്കപ്പെടുന്ന ഒന്നായി മാറി. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുക്കിലും മൂലയിലും ആളുകൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. ലോകകപ്പിൽ ഇന്ത്യ എന്ന പേര് ബഹുദൂരം മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. 3ാം ലോക കിരീട നേട്ടത്തിനായി ടീം ഇന്ത്യയ്ക്ക് എല്ലാ ആശംസകളും.